രാവിലെ ഒരു 8 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് 2 പേർക്ക് 20 രൂപ ടിക്കറ്റ് എടുത്തുകൊണ്ട് ആ കിടക്കുന്ന 8:50 ആലപ്പുഴ പാസഞ്ചറിന് കയറി അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തിലെത്താൻ കുറച്ച് ദൂരമേ ഉള്ളൂ. നടക്കാനുള്ളവർക്ക് നടക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ 40 രൂപ. ഞങ്ങൾ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓട്ടോ പിടിച്ചാൽ പോയത്. അങ്ങനെ ആദ്യമായിട്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്ന് കൃഷ്ണനെ കണ്ടു തൊഴുതു. പിന്നെ ക്യൂ കയറി നിന്ന് ആദ്യം നിന്ന് ക്യൂ പാൽപ്പായസത്തിനുള്ള രസീത് ഇരിക്കാൻ. അത് 11 മണിക്ക് രസീത് എഴുതി തുടങ്ങത്തുള്ളൂ. പിന്നെ ഒരാൾക്ക് ഒരു രസീതേ തരത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ക്യൂ കയറി നിന്ന് അത് ഊണിനുള്ള ടോക്കൺ എടുക്കാനാണ്. അങ്ങനെ 2-3 മണിക്കൂർ ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വെണ്ണ വഴിപാടായിട്ട് നടത്തിന്റെ പ്രസാദം കിട്ടായിരുന്നു. അപ്പൊ അതൊന്ന് തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഊണിനുള്ള സമയമായി. പിന്നെ കയറി ചോറുണ്ട്. ഇവിടുത്തെ അമ്പലക്കുളത്തിൽ നിറച്ചു മീനായിട്ടോ. കണ്ടിട്ട് സിലോപ്പിയാണെന്നാ തോന്നുന്നു. ഇഷ്ടം പോലെ ഇനി നമുക്ക് അമ്പലപ്പുഴ പാൽപ്പായസം മേടിക്കണ്ടേ. പാൽപ്പായസം എല്ലാം റെഡി ആയി കഴിയുമ്പോൾ വലിയ പാത്രത്തിനകത്താക്കി അമ്പലത്തിനകത്ത് കൊണ്ടുപോയി കൃഷ്ണനെ നേദിക്കും. എന്നിട്ട് അതിനുശേഷം ആ പാൽപ്പായസം എല്ലാം പായസ കൗണ്ടറിൽ കൊണ്ടുവന്ന് ടിന്നിനകത്താക്കി നമുക്ക് തരും. അതിന് നിൽക്കണമായിരിക്കും. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് കിട്ടി അമ്പലപ്പുഴ പാൽപ്പായസം. പിന്നെ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ മണവും രുചിയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് രുചിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലേ.